ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ. നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം നമ്മൾ പറയുമല്ലോ, വെള്ളയപ്പം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഹോട്ടൽ മുട്ടക്കറിയും കേട്ടോ. ഹോട്ടൽ മുട്ടക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിൽ കിട്ടുമല്ലേ, അതിലൊരു മുട്ടക്കറിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് രണ്ടും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറിക്ക് വേണ്ടുന്ന മുട്ടയൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് വെള്ളയപ്പം റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ, നിങ്ങൾക്ക് എത്രത്തോളം മുട്ട വേണോ അതിനനുസരിച്ച്, കറിയിൽ വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് വേവിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 6 വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. അതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. പിന്നെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഇനിയിപ്പോൾ നമുക്ക് വെള്ളയപ്പത്തിന് മിക്സ് റെഡിയാക്കാം. ആദ്യം തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെതിപ്പോൾ 250 ml 2 കപ്പിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം മെഷറിംഗ് കപ്പ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതാ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഉള്ള വെള്ളയപ്പമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് അളവിൽ ചോറ് ഏത് അരിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ. വീട്ടിലേതാണ് വെക്കുന്നത് ആ ഒരു ചോറും കൂടി 1 കപ്പാണ് വേണ്ടത്. അടുത്തത് 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഡയറക്റ്റ് ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ചേർക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പാക്കറ്റിൽ വരുന്ന ഈസ്റ്റാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ മറ്റേ കടുകുമണി പോലത്തെ കുഞ്ഞു കുഞ്ഞു ഈസ്റ്റ് ഇല്ലേ, മറ്റേ ഡ്രൈഡ് ഈസ്റ്റ്, അതാ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഇളം ചൂടുവെള്ളം കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും ഇട്ടിട്ട് നന്നായിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കട്ടെ. എന്നിട്ട് മാത്രം ഉപയോഗിക്കുക. ഇങ്ങനത്തതാകുമ്പോൾ ഡയറക്റ്റ്, തരികൾ പോലത്തതാകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ചേർത്തിട്ട് തേങ്ങ, ചോറ് സംഭവങ്ങളൊക്കെ അത്രയും ഫൈനായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മാവിലേക്ക് ഒരു 1/4 കപ്പിലും കുറച്ചധികമായിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് നിർബന്ധമായിട്ട് ഒഴിക്കാം. പിന്നെ വേണ്ടത് പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളയപ്പത്തിൻ്റെ മാവിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എത്രത്തോളം ലൂസ് വേണമെന്നൊക്കെ ഉള്ളത്. കാരണം നമ്മൾ ഓൾറെഡി പച്ചരി വെച്ച് ചെയ്യുന്നില്ലേ, ആ ഒരു സെയിം തിക്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ചുടുന്ന രീതി എല്ലാം സെയിം തന്നെ, മാവ് റെഡിയാക്കുന്ന മാത്രം വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ലൂസിൽ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെറിയൊരു പരിപാടിയും കൂടി നമുക്കിതിൽ ചെയ്യാനുണ്ട്. നമ്മൾ ഇത്രയും സമയത്ത് പഞ്ചസാരയൊന്നും ചേർത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടി നല്ലപോലെ മിക്സ് ആയിക്കോട്ടെ. മെൽട്ടായി വരണമെന്നൊന്നും ഇല്ല കേട്ടോ, നല്ലപോലെ മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മെൽട്ടാവണ്ട കേട്ടോ, ഈ ഒരു രീതി മതി. ഇനിയിപ്പോൾ നമ്മുടെ മാവിലേക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മാവ് മൊത്തത്തിൽ അങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്നിക്ക് ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ നല്ല ടൈറ്റുള്ള അടപ്പോ കൊണ്ട് അടച്ച് വെക്കുക. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. ആ ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ ഓരോ സ്ഥലത്ത് ക്ലൈമറ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല, അതിനനുസരിച്ചിട്ട് ടൈമിലും വ്യത്യാസം വരും. അപ്പോൾ 1/2 മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ ഉണ്ടല്ലോ, ആ 1/2 മണിക്കൂർ കൊണ്ട് നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 സവാള ഇതുപോലെ നമ്മൾ ചോപ്പ് ചെയ്തിട്ടാണ് കട്ടാക്കി ചേർക്കുന്നത്. അപ്പോൾ നല്ല കൊഴുപ്പുണ്ടാവും കറിക്ക്. പിന്നെ ഇതിലേക്ക് ഒരു പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് നല്ലപോലെ സവാള ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു കറി. ഇപ്പോൾ നമ്മുടെ സവാള ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വാടി ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർക്കട്ടെ. ഞാനിപ്പോൾ ഒരു 3 വലിയ പച്ചമുളക് ഇതുപോലെ വട്ടത്ത് കട്ടാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അത് രണ്ടും കൂടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് മിക്സ് ആക്കുക. ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾ എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മതി കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മിക്സ് ആക്കുക. അത് ഒരു പച്ചക്കൊത്തുണ്ടാവില്ല നമ്മുടെ പൊടികളുടെ, അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 2 വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തക്കാളി നല്ലപോലെ സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കണ്ടില്ല, നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. ചൂടുവെള്ളം വേണമെങ്കിലും ഒഴിക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം ആദ്യം തന്നെ ഒഴിക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അത്യാവശ്യം ഒഴിക്കുക കേട്ടോ. ഞാൻ എന്തായാലും ഗ്രേവി അങ്ങനെ ആക്കില്ല. ഈ ഒരു കറി വെക്കുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് മസാലയോട് കൂടിയിട്ടാണ് കേട്ടോ കഴിക്കൽ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയില്ലേ, അത് ജസ്റ്റ് നീളത്തിൽ നമ്മളൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മസാലയ്ക്ക് ഉള്ളിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മുട്ട ഇടാം കേട്ടോ. അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഈ ഒരു ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഇട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ ഒരല്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. ഇനിയിപ്പോൾ ടേസ്റ്റൊക്കെ നോക്കുക. ഏതൊക്കെ പൊടികളുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ ഗരം മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇടുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ആക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് സെറ്റായി കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് ഈ ഒരു മുട്ടയും മസാലയും ഒക്കെ കൂടി നല്ലപോലെ തിളച്ചിട്ട് ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണേ. ഞാൻ ഇതിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുന്നത്. ഞാൻ എന്തായാലും വറ്റിച്ചിട്ട് കുറച്ച് മസാലയോടുകൂടി കഴിക്കാനായിട്ട് എനിക്കിഷ്ടം. അപ്പോൾ ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഓരോരുത്തരുടെ തിക്നെസ്സിനനുസരിച്ച് കറി ഓഫ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഏതാണ്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് അപ്പം ചുട്ടെടുക്കുക. അപ്പം ചുട്ടെടുക്കാൻ ഭയങ്കര സിമ്പിളല്ലേ. മാവ് പൊങ്ങി കിട്ടിയാൽ തന്നെ ഒരു ആശ്വാസമായില്ലേ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ആരെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്പൂൺ വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇതുപോലെ പാനിൽ ചുറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ചുറ്റിച്ചെടുത്തതിന് ശേഷം മുകൾ ഭാഗം ആറി വരുന്ന സമയത്ത് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏകദേശം 1 മിനിറ്റേ വേണ്ടുള്ളൂ. പിന്നെ ചിലവർക്ക് ഓവർ മുരിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് കുക്കായി കിട്ടും, ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ കണ്ടില്ല, എൻ്റെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ സൈഡൊക്കെ മൊയ്ത്. എനിക്ക് ഈ ഒരു ടെക്സ്ചറാണ് ഏറ്റവും ഇഷ്ടം. പ്രത്യേകിച്ചും ഗോതമ്പിൻ്റെ വെള്ളയപ്പം ഇങ്ങനെ തന്നെ കഴിക്കാൻ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പതുക്കെ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും, അറിയാമല്ലോ. അപ്പം പിന്നെ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ ഒട്ടും മടിയിൽ പിടിക്കുക അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അപ്പം റെഡി. ബാക്കിയുള്ളത് മൊത്തത്തിൽ ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രമാത്രം നന്നായിട്ട് ആരെടുത്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ബാക്കിയുള്ളത് മൊത്തത്തിൽ ചുട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ നമ്മുടെ അപ്പവും മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ, ശരിക്കും ഓവറോൾ ഒരു അരമണിക്കൂറൊക്കെ മാത്രമേ വേണ്ടുള്ളൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ചുട്ട അപ്പാന്ന് പറയുകയില്ല കേട്ടോ. കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ചൂടോടെ കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ചൂട് കുറഞ്ഞാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്